മോണിക്കുട്ട എണീക്കണ ഇതിന്റെ അവസാനമാണ്. ആശുപത്രി പോവാണ്, ചെറിയ ജലദോഷമുണ്ട്. അപ്പൊ എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷം ഒന്നും പരത്താതിരിക്കാനായിട്ട് ഒന്ന് സാനിറ്റൈസ് ചെയ്തേക്കാം. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. പണിയില്ലാത്ത നമുക്ക് ദൈവം കൊണ്ടെത്തുന്ന അന്നമാടാ ഇത്. നമ്മള് വെള്ളവും സാനിറ്റൈസ് ചെയ്തേ കുടിക്കുള്ളൂ എന്ന് ചോദിച്ച് വെള്ളത്തിനകത്തല്ല, വെള്ളത്തിന്റെ കുപ്പിയുടെ പുറം ഒന്ന് സാനിറ്റൈസ് ചെയ്യാറുണ്ട്. പണി വരുന്നുണ്ടവറാച്ച. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷർക്കാന്ന് കേട്ടിട്ടില്ലേ? അതാ ഇവിടെ നടക്കാൻ പോകുന്നത്. എടാ ഇവിടുന്ന് ചായ കുടിക്കണം സേഫ് ആണോടാ? നമ്മൾ എപ്പോ ചായ കുടിക്കാൻ പോയാലും വീട്ടിൽ നിന്ന് ഒരു കപ്പ് ആയിട്ട് പോകാൻ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നമ്മുടെ സേഫ്റ്റി നമ്മളാണ് നോക്കേണ്ടത്. ഓക്കെ, നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഗൈസ്, ഈ വലിയ തുളയുള്ള ഉഴുന്നോടെ നമ്മുടെ ശരീരത്തിന് സേഫ് ആണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതൊന്നും എണ്ണയല്ല, ഇതെല്ലാം പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. സോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പൊരിപ്പ് മൊത്തം സാനിറ്റൈസർ ഇട്ട് പൊരിക്കണമെന്നാണ്. എല്ലാവരും കൂടി എന്നെ കളിയാക്കി കൊല്ലുക. എടാ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഗൈസ്, ഇത് ഒരുപാട് പേരുടെ കൈമറഞ്ഞു പോകുന്ന പൈസയാണ്. സോ നൈസ് ആയിട്ട് നമുക്ക് ഒന്ന് സാനിറ്റൈസ് ചെയ്യാം. കാരണം നമ്മുടെ അല്ല, വേറൊരാളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപമാനിക്കല്ലേ മേ? എടാ അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് സേഫ് ആയിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചായക്കട സ്പോട്ടാണ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത്. നീയൊക്കെ കൂടി എന്നെ ബലിയാടാക്കണോ ഫ്രെഡറിക്? ഞങ്ങളുടെ ഇന്നത്തെ കുണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ കുണങ്ങൾക്കായിട്ട് ചുമല വീട്ടിൽ കൊണേഷ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ച്. ഗൈസ്, ഞാൻ 1100 രൂപ എണ്ണി കൊടുത്തെടുത്ത റൂമാണ്. കാണിച്ചോട് ഇതാണ്ട് ഈ 110 ഹോൾ ഉള്ളതിനകത്ത് ഈ ഹോളിൽ നിന്ന് വെള്ളം വരുന്നില്ല. എടാ എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഈ വെട്ടി കിടക്കുന്ന സേഫ് ആണോടാ? ഒരിക്കലും സേഫ് അല്ല. കാരണം ഇതിന് ഒരുപാട് ലക്ഷക്കണക്കിന് കീടാണുള്ളത്. മാക്സിമം നമ്മളൊരു ഹോട്ടൽ റൂം എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നേ കട്ടിൽ കൊണ്ടുവരിക. അതായിരിക്കും ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ഓപ്ഷൻ. ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ്ട ഗൈസ്, ഇതൊരു ഹോട്ടൽ മാനേജ്മെന്റ് ശ്രദ്ധിക്കുകയാണ്. കാരണം ഞാനൊരു ഷുഗർ പാക്കറ്റ് പൊട്ടിക്കാൻ നേരത്ത് കുറച്ച് പോഷൻ ഷുഗർ താഴെ പോയിട്ടുണ്ട്. കാരണം ഈ ഷുഗറിലൊക്കെ ഉറുമ്പുകൾ വന്നിട്ട് നമ്മളെ കുണ്ടിക്ക് അടിച്ചാൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ പകരാൻ ചാൻസ് കൂടുതലാണ്. സോ ഇനി മുതൽ ഈ ഒരു പാക്കറ്റിന്റെ സേഫ്റ്റിക്കായിട്ട് ഒരു സ്റ്റീൽ പാക്കറ്റൊക്കെ ഷുഗറിന് കൊടുക്കേണ്ടതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിവിഡിയുടെ അസുഖം ഉള്ളത് കൊണ്ട് ഇതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് റൂം എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്നെ വെറുതെ ഒരു ഊവാക്കല്ലേ. നിർത്തിക്കോണം, ഇന്ന് തന്നെ നിർത്തിക്കോണം നിന്റെ ഇവിടുത്തെ പണി. ഗായ്സ്, അങ്ങനെ ഈ 1100 രൂപയുടെ റൂമിന് നമുക്ക് 2500 കൊണയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇനി വേറെ കൊണകൾക്കായി ഞങ്ങളുടെ ചോല വീട്ടിൽ കൊണേഷ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇടയ്ക്കേ ഇങ്ങനെയുള്ള നല്ലതാ. മനസ്സിലായോ?